ഇന്ന് നമ്മൾ തൃശ്ശൂരിലെ ഒരു സ്പെഷ്യൽ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ജൂബിലി ഹോസ്പിറ്റൽ ആ ഒരു ജംഗ്ഷനൊക്കെ അടുത്തായിട്ട് ഉള്ള ഓലൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് നവ്യ ബേക്കേഴ്സും തൊട്ടടുത്തടുത്താണ് ഉള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നവ്യ ബേക്കേഴ്സ് ആണ്. ഇതിനോട് അഡ്ജസൻ്റ് ആയിട്ടാണ് ഈ ഓലൻ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്, നവ്യ ബേക്കേഴ്സിലേക്കല്ല. നല്ല എക്സ്പീരിയൻസ്ഡ് ഇൻ്റർനാഷണലി നോൺ ലക്ഷറി ഹോട്ടൽസിലൊക്കെ നിന്നിട്ടുള്ള 2 ഷെഫ്സാണ്. ഷിനോയ് ആൻഡ് ഷിബിൻ എന്ന് പറഞ്ഞ 2 ഷെഫുകൾ കൂടി സ്റ്റാർട്ട് ചെയ്ത വെഞ്ചറാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഉള്ളിൽ ഉള്ള റെസ്റ്റോറൻറ്റിൻ്റെ പോലെ തന്നെ തോന്നിക്കുന്ന ഒരു ഇൻറ്റീരിയേഴ്സ് ആണ് ഇത്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് വിൻഡോവിൻ്റെ സൈഡിൽ തന്നെയുള്ള ടേബിളിലാണ്. അവിടെ നിന്ന് പുറത്തേക്കുള്ള വ്യൂവിന് ഒരു പ്രത്യേകതയുണ്ട്. അതിനോട് അടുത്ത് കിടക്കുന്ന ജൂബിലി മിഷൻ ഹോസ്പിറ്റലും അത് അത്യാവശ്യം നല്ലൊരു പഴയ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഒരു ട്രഡീഷണൽ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഹോസ്പിറ്റലും പിന്നെ ആ ഒരു റൗണ്ടും അവിടേക്കൂടെ പാസ് ചെയ്യുന്ന വണ്ടികളൊക്കെ കൂടെ കൂടിയിട്ട് ഒരു യൂറോപ്യൻ മോഡലിലാണ് അതിൻ്റെ അകത്തു നിന്നുള്ള ഒരു വ്യൂവും പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇൻറ്റീരിയേഴ്സും ഒക്കെ കൂടെ കൂടിയിട്ട് നമുക്ക് തോന്നുന്നത്. ആ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ഒരു പ്രൈം ലൊക്കേഷനുമാണ്, പിന്നെ നല്ലൊരു സ്പോട്ടുമാണ്. ഈ നവ്യ ബേക്കേഴ്സും തൃശ്ശൂരുള്ള ഈ ജംഗ്ഷനിൽ തന്നെയുള്ള നവ്യ ബേക്കേഴ്സും ഈ ഒരു ഓലൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റും സെയിം ബിൽഡിംഗ് തന്നെയാണ് ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടേക്ക് രണ്ടിടത്തേക്കും കയറാനായിട്ട് 2 സ്പെഷ്യൽ ഡോർസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരെണ്ണത്തിൽ നിന്ന് ഒരെണ്ണത്തിൻ്റെ അകത്തേക്ക് പോകാനായിട്ടുള്ള ഒരു ഷെയർഡ് ഡോറും ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ എന്താണ് കഴിക്കാനുള്ളതെന്നും പിന്നെ അതിൻ്റെ ഒരു പ്രൈസിങ്ങും പിന്നെ മെനു കാർഡൊക്കെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലുള്ള പേജിൽ തന്നെ നമ്മുടെ ഷെഫുകളെ കുറിച്ചുള്ള ഒരു ചെറിയ ഡീറ്റെയിൽസും പിന്നെ ഓലിനെ കുറിച്ചുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ചുള്ള ചെറിയ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു റേറ്റ് വെച്ചിട്ട് നോക്കിയാലും വലിയ റേറ്റ് ആയിട്ട് എനിക്കത് തോന്നിയില്ല. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ആംബിയൻസും പിന്നെ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയേഴ്സും പിന്നെ ഇതിൻ്റെ അകത്ത് സ്റ്റാഫ്സും കാര്യങ്ങളൊക്കെ കൂടെ കൂട്ടിയിട്ട് നോക്കുമ്പോൾ അഡിക്വേറ്റ് സ്റ്റാഫ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ലൊക്കേഷൻ നല്ല പ്രൈം ലൊക്കേഷനാണ്. അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ വലിയ റേറ്റ് ഒന്നും പറയാനില്ല ഇത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാൻ പോകുന്നത് ബിരിയാണിയാണ്. അപ്പോൾ പലതരം ബിരിയാണികൾ ഇവിടെ ഉണ്ട്. ഇല ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഈ കാണുന്നത്. അത് കൂടാതെ തന്നെ വേറൊരു ബിരിയാണി ഐറ്റം കൂടിയുണ്ട്, മംഗളപുര ബിരിയാണി. അപ്പോൾ ഇത് നമ്മുടെ മലബാർ സ്റ്റൈലിലുള്ള ഒരു ദം ബിരിയാണിയാണ് എന്നാണ് പറയപ്പെടുന്നത്. അത് ഉണ്ടാക്കുന്നത് ഖൈമ റൈസ് വെച്ചിട്ടാണെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ എല്ലാ ഫുഡിനെ കുറിച്ചും തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് കിഴി ബിരിയാണിയാണ്. കിഴി ബിരിയാണി എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല. പക്ഷേ അത് സെർവ് ചെയ്യുന്നത് വാഴയിലാണ്. വാട്ടിയ വാഴയില ആയതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ ബോയിൽ ചെയ്തേക്കുന്നതും ഈ വാഴയിലയിൽ വെച്ചിട്ടായിരിക്കും ഈ ബിരിയാണി ബോയിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ വാഴയിലയുടെ കൂടെ ഒരു ഫ്ലേവർ അതിൻ്റെ അത് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു സ്റ്റാർട്ടർ ആയിട്ടുള്ള ബാംബൂ ചിക്കൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാൻ ഫ്രൈഡ് ചിക്കനും പിന്നെ ഒരു സ്പെഷ്യൽ നമ്മുടെ ഓലൻ ഡിപ്പും ഉണ്ടെന്നാണ് പറയുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ അത്യാവശ്യം ഫിലിം സ്റ്റാർസും കാര്യങ്ങളൊക്കെ കയറാറുള്ള ഒരു ഹോട്ടലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. മോഹൻലാലിൻ്റെ കൂടെ നിന്ന് എടുത്തതും നവ്യ നായരുടെ കൂടെയുള്ളതും പിന്നെ ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ തന്നെ അവിടെ IM വിജയൻ വന്നായിരുന്നു. പക്ഷെ നമ്മളത് ഇവിടെ വീഡിയോയിലോ കാര്യങ്ങളിലോ ഒന്നും തന്നെ കാണിക്കുന്നില്ല. കാരണം നമ്മൾ അതിൻ്റെ ഒരു പെർമിഷൻ എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മംഗളപുര ബിരിയാണി. ഇത് കണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയത് പണ്ട് നമ്മൾ ICH ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ കഴിച്ചിട്ടുള്ള ഒരു ബിരിയാണിയെ പോലെയാണ്. അതിൻ്റെ ആ ഒരു ഫ്ലേവറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് തോന്നിയത്. പിന്നെ ആ ഒരു വൈറ്റ് റൈസാണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഒരു യെല്ലോയിഷ് കളറൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കൂടെ വെച്ചിട്ട് നോക്കുമ്പോഴേക്കും ആ ഒരു പണ്ട് ICHൽ കിട്ടുന്ന ഒരു ബിരിയാണിയുടെ ഒരു സ്റ്റൈലോ ആയിരിയാണ് എനിക്ക് തോന്നിയത്. സെർവ് ചെയ്യുന്നു 90s കാലത്ത് ബിരിയാണികൾ സെർവ് ചെയ്യുന്ന പോലെയാണ് നമുക്ക് സെർവ് ചെയ്ത് കിട്ടുന്നത്. ഇതിൻ്റെ അകത്തൊരു മുട്ടയുണ്ട്, പിന്നെ അത്യാവശ്യം 2 കഷ്ണം നല്ല വലിയ ചിക്കനുണ്ട്, റൈസും അഡിക്വേറ്റ് ആയിട്ടുണ്ട്, പിന്നെ പപ്പടം, അച്ചാറ്, സാലഡിന് വരെ റൈത്ത, ഇവിടെ ലോക്കലി നമ്മൾ സർലാസ് എന്ന് വിളിക്കും അതിനെ. ഇതുപോലുള്ള എല്ലാ ട്രഡീഷണൽ സൈഡ് ഡിഷസും വെച്ചിട്ടാണ് ഇവരിത് സെർവ് ചെയ്യുന്നത്. ടേസ്റ്റ് വൈസ് ഭയങ്കര അടിപൊളിയാണ്. ഒരു മസ്റ്റ് ട്രൈ ആണ്. നല്ലൊരു നൊസ്റ്റാൾജിക് ടേസ്റ്റ് തന്നെ കിട്ടും. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നതാണ് ബാംബൂ ചിക്കൻ. അപ്പോൾ ഇതിനെ ബാംബൂ ചിക്കൻ എന്ന് വിളിക്കുന്നത് വെറുതെ മുളയിൽ ഇത് സെർവ് ചെയ്തുകൊണ്ടായിരിക്കും. ഒരു പ്രത്യേക രീതിയിലാണ് ഇത് സെർവ് ചെയ്യുന്നത്. 4 ഗ്ലാസ് ആണ് ഈ മുളയിൽ ഇരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് ആ കാണുന്നത് ഒരു പൈനാപ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സാലഡാണ്. അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സാലഡ്. ഇതിൻ്റെ അകത്ത് ഈ 3 ഗ്ലാസ്സിൽ മാത്രമാണ് മെയിനായിട്ടുള്ള ചിക്കൻ പീസ് ഉള്ളൂ. 4ാമത്തെ ഗ്ലാസ്സിൽ ഡിപ്പാണുള്ളത്. പ്രസൻറ്റേഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളി സംഭവമാണ്. പക്ഷേ പ്രൈസും പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റും വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല. കാരണം എനിക്കതൊരു അൽഫാമിനോടോ അല്ലെങ്കിൽ ഒരു ഷവർമയോടോ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത്. ഈ ഷവർമയുടെ ഒക്കെ ഉള്ളിൽ വെച്ചേക്കുന്ന ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഓവറോൾ ഇതൊരു മസ്റ്റ് ട്രൈ എന്നൊന്നും പറയാനില്ല. പക്ഷേ ഇതൊരു മോശം ഡിഷൊന്നുമല്ല. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഡിഷൊക്കെ തന്നെയാണ് ഇത്. പിന്നെ ഈ പ്രസൻറ്റേഷനൊക്കെ അത്യാവശ്യം പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അതിൻ്റെ മുകളിൽ ആ ഒരു സ്പൈക്കിൻ്റെ മുകളിൽ സ്റ്റാറൊക്കെ ഉള്ള പ്രസൻറ്റേഷനാണ്. പ്രത്യേകിച്ചും ക്രിസ്മസ് ടൈമിലൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഫൈനലി നമ്മുടെ കിഴി ബിരിയാണി. കിഴി ബിരിയാണി നമ്മുടെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ആ ഒരു വാഴയിലയിലാണ്
ആണ് അത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിരിയാണിയുടെ സ്മെല്ലും അതുപോലെ തന്നെ ആ ഒരു വാട്ടിയ വാഴയിലയുടെ ഒക്കെ സ്മെല്ല് കയറി വരുന്നുണ്ട്. ഇതിൻ്റെ അത് മുട്ടയും ചിക്കനൊക്കെ വെച്ചിട്ടാണ് ഇവരത് സെർവ് ചെയ്യുന്നത്. പിന്നെ സാലഡ്സും കാര്യങ്ങളൊക്കെ തന്നെ സൈഡ് ഡിഷസ് ആയിട്ടും വെച്ചിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല. ഇവിടെ കേരളത്തിൽ തന്നെ പലയിടത്തും ഇപ്പോൾ കിഴി ബിരിയാണി അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ഒരു ടേസ്റ്റേ ഉള്ളൂ. ഈ ഓല എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് അത്യാവശ്യം ഹൈഫൈയും ആണ്, പക്ഷേ നല്ല അഫോർഡബിളും ആണ്. അപ്പോൾ തൃശ്ശൂരൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനുമാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.